അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ഹിക്കായത്താണ് ഇന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത്. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാണ്, ലമ്മ അറാദുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ, ഇൽഹാറന്നൂരിൽ മഹ്സൂൻ, ഖജനാവിൽ ഉള്ള പ്രകാശത്തെ വെളിവാക്കാൻ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഓരോ നബിമാരുടെയും മുതുകിലൂടെ വന്ന ആ സുന്ദരമായ പ്രകാശത്തെ വെളിവാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ, വ ഇബ്രാസുൽ ജൗഹരിൽ മക്നൂൻ, ചിപ്പിയിലുള്ള നല്ല മാണിക്യമാകുന്ന ആ പ്രകാശം, ആ മുത്തുനബിയെ വെളിവാക്കാൻ വേണ്ടി, അതിനെ പ്രകടമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, എവിടെ നിന്ന്? മിൻ അബ്ദില്ലാഹി, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇലാ ബത്നി ആമിനത്ത് റളിയല്ലാഹു അൻഹാ, ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക്. എങ്ങനത്തെ ആമിന ബീവിയാണ്? അത്തുഹരി ഫതാത്തിൻ ഫിൽ അറബ്, അറബികളിൽ വെച്ച് ഏറ്റവും പതിവ്രതയായ, ഏറ്റവും സംശുദ്ധമായ, വളരെ ശുദ്ധിയോടുകൂടെ ജീവിച്ച, ഒരു തെറ്റുകളും വന്നിട്ടില്ലാത്ത, ഒരു മോശമായ കാര്യങ്ങളും സംഭവിച്ചിട്ടില്ലാത്ത ആ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിലേക്ക് അബ്ദുല്ലാഹിൽ നിന്ന് പ്രകടമാക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, അത് വദാലിക ഫീ ലൈലത്തിൽ ജുമുഅ, അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു. അതായത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവായിരുന്നു. മിൻ ഷഹരി റജബ, റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലായിരുന്നു അത്. അന്നാണ് അവർ രണ്ടുപേരും കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നർത്ഥം. അങ്ങനെ ആ ഉദ്ദേശിച്ച ദിവസം അമറ റിദ്വാൻ അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കുന്ന മലക്കാണല്ലോ റിദ്വാൻ അലൈഹിസ്സലാം. ആ റിദ്വാൻ അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, ഫഫതഹ അബ്വാബൽ ജിനാൻ, അതുകൊണ്ട് തന്നെ ഫഫതിഹ അബ്വാബുൽ ജിനാൻ എന്നും വായിക്കാം, ഫഫതഹ അബ്വാബൽ ജിനാൻ. ആ റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു. വതസയ്യനത്തിൽ ഹൂറു വൽ വിൽദാൻ, അതുപോലെ തന്നെ സ്വർഗീയ സുന്ദരിമാർ, അതുപോലെ സ്വർഗത്തിലെ കുട്ടികൾ, ഇവരൊക്കെ അലങ്കൃതമായി, അവർ വളരെ ഭംഗിയായി. കാരണം ഏറ്റവും വലിയ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വരാനുള്ള ആദ്യ തയ്യാറെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം തുറന്നു, സ്വർഗങ്ങളൊക്കെ തുറന്നു, അതിന്റെ കവാടങ്ങൾ തുറന്നു. അതുപോലെ തന്നെ ഹൂറുലീങ്ങളും, ചെറിയ മക്കൾ, സ്വർഗത്തിലെ സന്തോഷം നൽകുന്ന ചെറിയ മക്കളും, അതുപോലെ അവരുടെ താരാട്ടുപാട്ടുകളും ഒക്കെയാണല്ലോ അവിടെ, സന്തോഷമുണ്ടല്ലോ. അവരൊക്കെ എന്താക്കി? അതിനു വേണ്ടി ഒരുങ്ങി. വദുഖത്ത് ബശായിറുൽ അഫ്റാഹ്, സന്തോഷത്തിന്റെ, ആഹ്ലാദങ്ങളുടെ നല്ല സന്തോഷ വാർത്തകളൊക്കെ മുട്ടപ്പെട്ടു. അതായത് അതറിയിക്കാൻ തുടങ്ങി, പല രൂപത്തിൽ സന്തോഷ വാർത്തകൾ അറിയിക്കാൻ തുടങ്ങി. വസഹറത്ത് കവാക്കിബുസ് സബാഹ്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. സ്വബാഹ്, രാവിലെയുള്ള നക്ഷത്രങ്ങൾ. രാവിലെയുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ രാവിലെ വരെയുള്ള നക്ഷത്രങ്ങൾ മുഴുവനും അതാ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. വനാദാ മുനാദിൻ ഫിസ്സമാഇ വൽ അർള്, അപ്പോഴാണ് അതാ ആകാശഭൂമി ലോകത്ത് നിന്ന് രണ്ടിന്റെയും ഇടയിൽ നിന്നൊരു വിളിയാളം വരുന്നു, ഒരു അശരീരി വരുന്നു. വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുന്നു, അലാ, ഓ അറിയണേ, ഇന്നൻ നൂറൽ മക്നൂന മിൻഹു സയ്യിദുൽ ബശരി ഫീ ബത്നി ആമിനത്ത് റളിയല്ലാഹു അൻഹാ ഖദ് ഇസ്തഖർ. ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ, ഇന്നൻ നൂറ, നിശ്ചയമായും പ്രകാശം, അൽ മക്നൂന മിൻഹു, ഏത് പ്രകാശം? അൽ മക്നൂന, മറക്കപ്പെട്ടതായ വളരെ ഷറഫുള്ള ആ പ്രകാശം, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരിൽ നിന്ന് സയ്യിദുൽ ബശരി ഫീ ബത്നി ആമിനത്ത ഖദ് ഇസ്തഖർ, ആമിന റളിയല്ലാഹു അൻഹയുടെ ആ ഉദരത്തിൽ, അവിടുത്തെ ഗർഭാശയത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അവിടെ ഉറച്ചു പോയിട്ടുണ്ട്. അതായത് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ സ്ഥിരമായിട്ടുണ്ട്. വലമന്തഖല നൂറു നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് നീങ്ങിയപ്പോൾ, മിൻ അബ്ദില്ല എന്നവരിൽ നിന്ന്, ഇലാ ബത്നി ആമിന, ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ
വയറ്റിലേക്ക് ആ ഒരു പ്രകാശമുണ്ടല്ലോ മുത്തുനബി തങ്ങൾ നീങ്ങിയപ്പോൾ ഇഹ്തസ്സൽ അർശു തുർബം വസ്തിബിശാറാ, വളരെ ആഹ്ലാദത്തോടുകൂടെയും അതുപോലെ വളരെ സന്തോഷത്തോടുകൂടെയും അർശ് പ്രകമ്പനം കൊണ്ടു. വസാദൽ കുർസിയു ഹൈബത്തം വവക്കാറ, കുർസിയിന് ഹൈബത്തും വക്കാറും വളരെ പ്രൗഢിയും ഭംഗിയും അതുപോലെ തന്നെ ഗാംഭീര്യവും കൂടി. വംതലഅത്തിസ് സമാവാതു അൻവാറാ, ആകാശങ്ങൾ മുഴുവനും ഏഴാകാശങ്ങളും പ്രകാശങ്ങളെ കൊണ്ട് നിറഞ്ഞു. വദജ്ജത്തിൽ മലായികത്തു തഹ്ലീലൻ വസ്തിഗ്ഫാറാ, അതേ മലായികത്ത് തഹ്ലീൽ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ഒക്കെ ശബ്ദമുയർത്തി അവരിങ്ങനെ ചൊല്ലാൻ തുടങ്ങി, തഹ്ലീൽ ചൊല്ലാൻ തുടങ്ങി.